തെരഞ്ഞെടുപ്പിന്റെ ജയം ഒരു ഭാഗത്ത്, പരാജയം മറ്റൊരു ഭാഗത്ത്. ജയമായാലും പരാജയമായാലും ഇഴകീറി പരിശോധിക്കണം. മുന്നോട്ടു പോക്കിന് അത് വളരെ അനിവാര്യമാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പഠനം, ആ വിശകലനം, വിലയിരുത്തൽ നടക്കുകയാണ് LDFിലും UDFിലും NDAയിലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. UDF വലിയ ജയം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ജയം പഠിക്കുന്നു. LDF തോൽവി എങ്ങനെ സംഭവിച്ചു എന്നത് പഠിക്കുകയാണ്. വലിയ തിരിച്ചടി എങ്ങനെ ഉണ്ടായി എന്നത് പഠിക്കുകയാണ്. ഇടതു പാർട്ടികളുടെ നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ അത്തരം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും തിരിച്ചടിയായെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വങ്ങൾ എത്തിയിരിക്കുന്നത്. CPM CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് പ്രാഥമിക ചർച്ചകൾ നടന്നിരിക്കുന്നത്. ഇനി നാളെ ഇടതുമുന്നണി യോഗം ചേർന്നും ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം സൃഷ്ടിച്ചതായാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത്. എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള നമുക്കറിയാം, അത് വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോകുന്നതായിരുന്നു. ആ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു സർക്കാർ, പാർട്ടി. 2 അറസ്റ്റുണ്ടായി. അതിൽ N വാസു ഒപ്പം തന്നെ പത്മകുമാർ, 2 പേരും പാർട്ടിയുമായി ഏറ്റവും അടുത്ത വ്യക്തികളാണ്. അവർക്കെതിരെ നടപടിയെടുക്കാതെ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ നടപടി വേണ്ട എന്ന തീരുമാനമെടുത്തത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും മറ്റും ഉയർത്തി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് സാധ്യമായിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ശബരിമല വിഷയം വലിയ വിഷയമാണ്. അത് തിരിച്ചടിയായി എന്ന് പ്രാഥമികമായി CPMഉം CPIയും ഒക്കെ വിലയിരുത്തുമ്പോൾ അത് തന്നെയാണ് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയത് എന്ന ഒരു വിലയിരുത്തൽ UDFിനെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഊന്നി മുന്നോട്ട് പോകാൻ അവർ തയ്യാറെടുക്കുക കൂടിയാണ്. എന്തായാലും ഇതിപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു പ്രതികരണം വളരെ സ്പഷ്ടമായി ഉണ്ടായിരിക്കുന്നത്. അത് മുന്നണികൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മുന്നണികൾക്ക് അതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നതിന്റെ കൂടി സൂചനയാണ്. എന്തായാലും വലിയ ആഘാതം സ്വർണ്ണക്കൊള്ള സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്ക്. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഒന്നിലേക്ക് ചുരുങ്ങണ്ടെന്നേ. ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഈ ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെ പറ്റി ചിന്തിക്കണം. തെരഞ്ഞെടുപ്പിൽ LDFിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല എന്ന് കൺവീനർ TP രാമകൃഷ്ണനും പറയുന്നുണ്ട്. LDF തിരുത്തലിന് വിധേയമാകും. നാളെ LDF യോഗം ചേരുന്നുണ്ട്. വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ കുറവില്ല എന്ന് പറയുന്നു. ഇത് വെച്ച് കേരളത്തിന്റെ ഭാവി എന്താകുമെന്ന് പറയാനാകില്ല എന്നുകൂടി TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് BJP കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി TP രാമകൃഷ്ണൻ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. എന്നാൽ വോട്ടിന്റെ നില വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപോലെ തുടരുന്നില്ല. 2010 ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം, ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണമുണ്ടായി? അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക. ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ്
അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത്. അപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുക എന്ന സമീപനം, ശരിക്കും അങ്ങനെയാണ് സമീപനം സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിച്ച് ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് പിന്നീട് വിജയം നേടാനും കഴിയുകയുള്ളൂ. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഈ കാര്യങ്ങളിൽ അത്ര ധാരണയില്ല ഇപ്പോഴും എന്നതാണ് മനസ്സിലാകുന്നത്. നേതൃയോഗത്തിന് ശേഷം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇടതുമുന്നണിക്ക് ഈ ഫലം ഒരു തിരിച്ചടി അല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അത് തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. തോൽവിയിൽ വെള്ളാപ്പള്ളിയുടെ സംഭാവന പരിശോധിക്കുമോ എന്ന ചോദ്യത്തിന് പരിശോധിക്കുമെന്ന് മറുപടി നൽകി. അപ്പോൾ ആ ഒരു കേസിൽ ഒഴികെ മറ്റൊന്നും ഒരു പ്രശ്നമായി MV ഗോവിന്ദൻ കാണുന്നില്ല എന്നതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു കാര്യം കൂടി MV ഗോവിന്ദൻ പറയുന്നു, പിണറായി സർക്കാർ മൂന്നാമതും വരുമെന്ന് ഉറപ്പാണ് എന്ന്. ഇല്ലില്ല, വിരുദ്ധ വികാരമൊന്നുമില്ല, എല്ലാവർക്കും അറിയില്ല. പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. വെള്ളാപ്പള്ളിയുടെ സംഭാവന നോക്കാം, അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. അതാ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. അത് വിചാരിച്ച് നിൽക്കണ്ട. മൂന്നാം വട്ടത്തിൽ ഇനി ഇവര് UDF വരാൻ പോവാണെന്ന് പറയാനാണല്ലോ നിങ്ങളെല്ലാം 80 സീറ്റ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ 80 സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. എന്തായാലും ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ നോക്കൂ, പുറമേക്ക് ഈ രീതിയിലൊക്കെ വാദം ഉന്നയിക്കുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ലെങ്കിൽ വലിയ തിരിച്ചടി തുടർന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിയായി എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്നതോ പറയുന്നതോ ആയിട്ടുള്ള നിലപാടുകൾ ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കേണ്ടതല്ല. പക്ഷേ അതിന് വളം വെക്കുന്ന തരത്തിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കമുണ്ടായതാണ് പാർട്ടിയെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കുന്നത്. വർഗീയത അത് ഏത് വിധത്തിലുള്ളതായാലും എതിർക്കപ്പെടേണ്ടതാണ് എന്ന വാദം മറന്നുപോയതാണ് അവിടെ തിരിച്ചടിയായിട്ടുള്ളത്. എന്തായാലും കൃത്യമായ പഠനങ്ങളും തിരുത്തലുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു നിർത്തുന്നത് പോലെ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ ഏതാണ്ട് 80 മണ്ഡലങ്ങളിൽ UDFന് ലീഡുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ 80 മണ്ഡലങ്ങൾ അത് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തുടർ ഭരണമുണ്ടാകില്ല. അപ്പോൾ ആ സാഹചര്യം സ്പെസിഫിക്കായി അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത്ര വലിയ കൊട്ടിഘോഷിച്ച വിജയം എന്ന് പറയുമ്പോൾ 80 മണ്ഡലമല്ലേ ഉള്ളൂ എന്നതാണ് അദ്ദേഹം സ്പെസിഫിക്കായി അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ആ മാറ്റം എന്ന് പറയുന്നത്, ആ കണക്ക് എന്ന് പറയുന്നത് 80 എങ്കിൽ അത് ആശ്വസിക്കാം. പക്ഷേ ഈ കിട്ടുന്ന സമയം കൃത്യമായി തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ള ശ്രമം ഉണ്ടായാൽ മാത്രമാണ് ആ കുറവ് നികത്താൻ കഴിയുക. അപ്പോൾ അതിനുള്ള ശ്രമമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുമ്പോൾ ഉണ്ടാകേണ്ടത്. അത് ആത്മാർത്ഥവുമാകണം. ഇത് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ചർച്ചകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്ന് ഉള്ള പഠനം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങൾ നടത്തിയപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഭരണവിരുദ്ധ വികാരമില്ല എന്ന റിപ്പോർട്ട് കിട്ടിയെന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അത് സത്യസന്ധമായി മേൽത്തട്ടിലേക്ക് അറിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ സത്യസന്ധമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പോലും സാധ്യതയില്ല എങ്കിൽ കൃത്യമായിരിക്കില്ല കണക്കുകളും പഠനങ്ങളും വിശകലനങ്ങളും എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സത്യസന്ധമാകട്ടെ വിശകലനങ്ങൾ, പുറമേക്ക് പറയുന്നതിൽ അല്ല എങ്കിൽ പോലും ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ സത്യസന്ധമാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഇനി UDF ക്യാമ്പിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് വിജയം വലിയ ആത്മവിശ്വാസമാണ് UDFന് നൽകുന്നത്. മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ
ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഒപ്പം നിർത്താൻ പറ്റുന്നവരെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നണി വിപുലീകരിക്കുക എന്നതൊരു ലക്ഷ്യമാണ്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ കുറച്ചുകൂടി ഊർജിതമാക്കിയിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ UDFന്റെ അടിത്തറ ഒന്നുകൂടി വിപുലീകരിക്കുമെന്നും നിലവിലുള്ളതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. മുന്നണിയുടെ അടിത്തറ പലതരത്തിൽ പല രീതിയിലായിരിക്കും വിപുലീകരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ ചിലപ്പോൾ LDFിലെ ഘടകകക്ഷികൾ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്, NDAയിലെ ഘടകകക്ഷികൾ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത പൊതുസമൂഹത്തിൽപ്പെട്ട പലരും ഉണ്ടാകാം എന്ന സൂചനകളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. അതൊക്കെ ഇപ്പോഴേ പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതിനാൽ കാത്തിരുന്ന് കാണൂ എന്നതാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത്. അല്ല, ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ചയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കേണ്ട കോമ്പിറ്റന്റ് ആയിട്ടുള്ള ബോഡി ഏതാണ്? ഇപ്പൊ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കുന്നത്. UDFിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്, എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിന്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. ആ തീരുമാനമുണ്ട്. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിനേക്കാൾ ശക്തമായ UDF ആകും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് കൂടുതൽ വലിയ നേട്ടമുണ്ടാക്കുക എന്നതാണ് UDFന്റെ നീക്കം എന്നത് നമുക്ക് നിസ്സംശയം പറയാം. നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ PV അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ നടന്നതാണ്. PV അൻവർ മാക്സിമം ബാർഗെയിനിങ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരം ബാർഗെയിനിങ്ങിന്റെ മുമ്പിൽ തല കുനിക്കേണ്ട എന്ന ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ എടുക്കുന്നു. വളരെ ശക്തമായ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നിലമ്പൂർ വിജയം ആ നിലപാടിന്റെ കൂടി വിജയമായൊക്കെ നമ്മൾ കണക്കാക്കിയതാണ്. അപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ പുനർവിചിന്തനം ഉണ്ടാകുമോ? ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടന്നതാണ്, പക്ഷേ സാധ്യമായിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി എങ്ങനെ അക്കോമഡേഷൻ സാധ്യമാകും എന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ തേടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നതാണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പൊളിറ്റിക്കൽ വോട്ടുകളും UDFന് ലഭിച്ചു എന്നത് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കാർഡ് ഇറക്കി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡാക്കി അത് മാറ്റി. ആ കാർഡുകളെ അവസാനിപ്പിക്കുന്നതാകും നല്ലതെന്നും PK കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ UDFന്റെ ഈ നേട്ടത്തിൽ ഘടകകക്ഷികൾക്കെല്ലാം വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നതുകൂടിയാണ് നമ്മൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് കൂടി മനസ്സിലാക്കേണ്ടത്. ഇത്ര വിപുലാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDFിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. ആശയപരമായി യോജിക്കുന്നവരൊക്കെ വരണം തന്നെ ഞങ്ങളോട്. അപ്പോൾ മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ വലിയ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്നുണ്ട്. ഈ വർഗീയ കാർഡ് ഇളക്കിയതിനെ കുറിച്ചൊക്കെയുള്ള അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയതൊക്കെ തങ്ങൾക്ക് അനുകൂലമായി എന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ തന്നെ ചില തർക്കങ്ങൾ കൂടി UDFിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഉടലെടുക്കുന്നത് നമുക്ക് കാണാം. അത് ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കോൺഗ്രസിന് പിന്നാലെ മുന്നണി വിപുലീകരണം എന്ന ആവശ്യവുമായി ലീഗ് കൂടി രംഗത്ത് വരുമ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതിനെ തുറന്നെതിർക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ് ഉള്ളത്. അവരെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പിന്നീട് നടന്ന ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് അവരുടെ എല്ലാ വിധത്തിലുമുള്ള ശക്തി പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പ് അല്പം
തുറന്നെതിർക്കുന്നു ആ സാഹചര്യത്തെ എന്നതുകൂടിയാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായിട്ടില്ല. പരിഹരിക്കും. ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ 10 വർഷത്തെ ഭരണത്തിനെതിരായ എതിർവികാരം എന്തായാലും സംസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. അതിൽ UDF-നെയാണ് ഒരു മാറ്റത്തിനു വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് വളരെ വ്യക്തവുമാണ്. അതിൽ അമിതാത്മവിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു തരത്തിലും UDF-നെ സംബന്ധിച്ച് ഗുണം ചെയ്യുകയില്ല. തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ പോയാലും ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. മുന്നണി വിപുലീകരണം ആവശ്യമെന്ന് പറയുമ്പോൾ തന്നെ അത് ഉള്ള ഘടകകക്ഷികളിൽ അതൃപ്തി ഉണ്ടാക്കാനും അവിടെ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇടയാക്കുകയാണെങ്കിൽ അതും ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നൊരു സാഹചര്യം വരും. മറ്റൊന്ന്, നേതൃതലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങൾ UDF-നുള്ളിൽ ഉണ്ട് എന്നതാണ്. പക്ഷേ ആ സാഹചര്യങ്ങളും സാധ്യതകളും പാടെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അതിനൊക്കെ കൃത്യമായ വ്യവസ്ഥകളുണ്ട് എന്ന സന്ദേശം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ അത്തരം നീക്കങ്ങൾ ഉണ്ട് എന്നത് വളരെ വ്യക്തവുമാണ്. എന്തായാലും കിട്ടിയ അവസരം പാഴാക്കാതെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ UDF-നെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വരുന്ന സൂചനകൾ പലതരത്തിലുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. പക്ഷേ അത് ഒഴിവാക്കി പോയാൽ മാത്രമേ അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അനുകൂല സാഹചര്യം മുതലാക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ MV ഗോവിന്ദൻ തന്നെ സൂചിപ്പിച്ചതുപോലെ 80 എന്ന് പറയുന്നത് വലിയൊരു ഫിഗർ അല്ല. അപ്പോൾ നമുക്ക്